കുഞ്ഞനന്തനെ വിപ്ലവകാരിയാക്കി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. കുഞ്ഞനന്തൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയെന്നും കുഞ്ഞനന്തന് നീതി കിട്ടിയില്ലെന്നും ജയരാജൻ. കുഞ്ഞനന്തൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു ഇ.പിയുടെ പ്രതികരണം. മിഥുൻ പിള്ളയിലേക്ക് പോവുകയാണ്. മിഥുൻ, ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇ.പി നടത്തുമ്പോൾ നമുക്കറിയാം ഇത് പൊതുജനങ്ങളെ നോക്കിയാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെട്ട പ്രതികൾ, അവരുടെ പങ്കാളിത്തം, അവർ ഏതൊക്കെ രീതിയിലാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നീതിന്യായ വ്യവസ്ഥ പരിഗണിച്ചതിന് ശേഷമാണ് അവരെ ശിക്ഷയിലേക്ക് വരെ കൊണ്ടുചെന്നെത്തിച്ചത്. എന്നിട്ടും ഇപ്പോഴും ഈ പ്രതികളെ മഹത്വവൽക്കരിക്കുക, ന്യായീകരിക്കുക, അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുക എന്നുള്ള അല്പം പോലും സങ്കോചമില്ലാത്ത ഒരു പ്രവൃത്തിയിലേക്കാണ് ഈ CPM മുതിർന്ന നേതാക്കൾ പോകുന്നത് എന്നുള്ളതാണ് ഏറെ അപഹാസ്യമായ കാര്യം. രോഹിണി, TP കേസ് മാത്രമല്ല CPM പ്രതിസ്ഥാനത്ത് വന്ന പല രാഷ്ട്രീയ കൊലപാതക കേസുകളും അത് അവരാണ് ചെയ്തത് എന്ന് സമ്മതിക്കാൻ പലപ്പോഴും തയ്യാറായിട്ടില്ല. ആ കേസുകളിൽ പ്രധാന പ്രതികളായി CPM നേതാക്കൾ പോലും പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് തങ്ങളല്ല ചെയ്തത് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും CPM നേതൃത്വം നടത്തിയത്. ഈ PK കുഞ്ഞനന്തനെ ഈ TP വധക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടി. ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുണ്ട് എന്ന് കണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കോടതിയിൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി തന്നെ കണ്ടെത്തുകയും ഇയാളെ 13ാം പ്രതിയായി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ ശിക്ഷ വിധിക്കെ മരണപ്പെട്ട ആളെയാണ് ഇത്തരത്തിൽ വലിയ കമ്മ്യൂണിസ്റ്റ് പോരാളിയാക്കി CPM അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം ഏതാണ്ട് 1.5-2 മാസം മുമ്പാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ആ കേസിൽ പോലും ഈ മനോരാജ് നാരായണന് പങ്കില്ല എന്നൊരു വാദമാണ് CPMന്റെ നേതൃത്വം ഉന്നയിച്ചത്. അത്തരത്തിൽ CPMന്റെ വലിയ നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്ന പല കേസുകളിലും അത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ വേണം ഇതിനെ കാണാൻ. ഈ PK കുഞ്ഞനന്തൻ TP വധക്കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഘട്ടം മുതൽ വലിയ പ്രതിരോധം തന്നെയാണ് CPM ഉയർത്തിയത്. മാത്രമല്ല ഈ ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്ന സമയത്ത് പോലും CPMന്റെ പാനൂർ ഏരിയ കമ്മിറ്റിയിൽ PK കുഞ്ഞനന്തനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ഈ കുഞ്ഞനന്തനെ തള്ളിക്കളയാൻ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടി കൂടിയാണ് CPM. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഇ.പി. ജയരാജന്റെ വാക്കുകളിൽ വലിയ അത്ഭുതമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ജുഡീഷ്യറി സംവിധാനം ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം കാത്തു സൂക്ഷിക്കുന്ന ഗുരുതര ആരോപണം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വിമർശനങ്ങൾ വരുത്തി വയ്ക്കുന്നത്. രോഹിണി, ശരി, എന്തായാലും കുഞ്ഞനന്തനെ വിപ്ലവകാരി എന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ വിശേഷിപ്പിക്കുന്നത്. കുഞ്ഞനന്തൻ നാടിനു വേണ്ടി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പോരാളിയെന്നും കുഞ്ഞനന്തന് നീതി കിട്ടിയില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർക്കുന്നു. കുഞ്ഞനന്തൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു ഇ.പിയുടെ പ്രതികരണം. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.